കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ആനപ്പുറത്തിരിക്കണം ഉണ്ണിക്കണ്ണനാ എന്ന് ചാർത്തിരിക്കണം. നല്ല കൗതുകമായിട്ട് ചാർത്തിയിട്ടുണ്ട്. വെളുത്ത ചന്ദനം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ആനേനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചാർത്തിയിട്ടുണ്ട്. വെളുത്ത കൊമ്പൊക്കെ വെച്ച് അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു ആന. ആനപ്പുറത്താ പൊന്നു ഗുരുവായൂരപ്പ ഇരിക്കണത്. പൊന്നുഗുരുവായൂരപ്പൻ്റെ എന്താ അരമണി തൊട്ടിട്ടേ നമുക്ക് കാണുള്ളൂ കേട്ടോ. ആനയുടെ പുറത്ത് ഇങ്ങനെ രണ്ട് കാല് രണ്ട് ഭാഗത്തേക്ക് തൂക്കിയിട്ടിരിക്കണ ആന. എന്താ അങ്ങനെ ഇരിക്കണ പൊന്നുഗുരുവായൂരപ്പൻ. കഴുത്തിലേക്ക് ഇങ്ങനെ കാണാം. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു പുതിയൊരു മാലയത്തുണ്ട്. ഒരു മാങ്ങാപ്പാലല്ല, ഒരു മണിമണിയായിട്ടുള്ള ഒരു മാലയാണ് ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. അതിന് എന്താ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. രണ്ടിന് നടുവിൽ ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണൂറില, ഇടത്തെ കയ്യിലൊരു ഓടക്കുഴൽ. അങ്ങനെ ആയിരിക്കുന്നത് പൊന്നുഗുരുവായൂരപ്പൻ പൊന്നുണ്ണിക്കണ്ണനായിട്ട്. നല്ല ഭംഗിയായിട്ട് കാണാം. ചാർത്തിയത് കാണാൻ നല്ല കൗതുക. തിരുമുഖമൊക്കെ കാണണം നല്ല ഭംഗി. നല്ല പുഞ്ചിരി നോക്കി ആനപ്പുറത്ത് ആനോട്ടത്തിന് തയ്യാറായിട്ടിരിക്കണ പോലെ. ആനോട്ടം ആവണ പോലെ ആനപ്പുറത്ത് വെണ്ണയും കഴിച്ചുകൊണ്ട് ഉടക്കോട്ടും പിടിച്ചുകൊണ്ട് ഇരിക്കാച്ചിട്ടാണ് നിൽക്കുന്നത്. അത്ര രസമായിട്ട് ഇന്ന് രാവിലെ ആനയില്ലാത്ത ശിവയിലൊക്കെ നടന്നതാണ്. അപ്പോൾ ആനപ്പുറത്ത് ഇരിക്കണ ഉണ്ണിക്കണ്ണൻ. ആനപ്പുറത്ത് ഇരിക്കുമ്പം ആനോട്ടം 3 മണി ആവണമല്ലോ. അതിന് തയ്യാറായും കൊണ്ട് ഒരു കയ്യിൽ വെണ്ണൂറിലുണ്ട്, മറ്റേ കയ്യിൽ ഓടക്കോളുണ്ട്. ആ വെണ്ണയും കഴിച്ചുകൊണ്ട് ആനപ്പുറത്ത് ഇരിക്കുക. ആനോട്ടത്തിന് തയ്യാറായിട്ട് അങ്ങനെ മിടുമിടുക്കനായിട്ടൊരു എന്തൊരു കൗതുകം അറിയോ ചാർത്തി കാണാൻ. നല്ല ഭംഗിയുണ്ട്. നല്ല പുഞ്ചിരി, നല്ല ഭംഗിയുണ്ട് മുഖം കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, കളഭങ്ങളുണ്ട്, പീലി ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല കൗതുകമുണ്ട്. അപ്പോൾ ഒരു പൊന്നുണ്ണി കാണാൻ നല്ല ഭംഗിയായിട്ട്. തിരുമുടി മാലകൾ 2 ചാർത്തിരിക്കണമെന്ന്. ഒന്ന് വെളുത്ത അഞ്ചാറോട്ടപ്പൂവ് മാത്രമായിട്ട് തിരുമുടി മാല, മറ്റേത് തെച്ചിയും വെളുത്ത പൂവായിട്ട് തിരുമുടി മാല. അങ്ങനെ 2 തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത്. കഴുത്തിന് നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്നെങ്ങനെ വെച്ചാൽ തെച്ചിപ്പൂക്കൾ ധാരാളം, അതിന് കുറേ തുളസിപ്പൂവ്, പിന്നെ തെച്ചിപ്പൂവ്, പിന്നെ തുളസിപ്പൂ അങ്ങനെയായിട്ട്. മറ്റേതെങ്ങനെ വെച്ചാൽ തെച്ചിപ്പൂവും താമരപ്പൂവും ഇടകലർന്നിട്ട് അത് നല്ല ഭംഗിയുണ്ട്. പുതിയത് അതേപോലെ നല്ല ഭംഗിയുണ്ട്. അങ്ങനത്തെ ഒരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടി മാലകളാണ് ചാർത്തിക്കുന്നത്. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. അതും നല്ല കൗതുകമുണ്ട്. 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് മാത്രമായിട്ട് അങ്ങനെ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷം. ആനപ്പുറത്തൊക്കെ തയ്യാറായിട്ട് ആന അത് തയ്യാറായി, ഞാൻ ഓടാൻ തയ്യാറായിട്ട് നിൽക്കാന്നുള്ള പോലെ ചെവിയൊക്കെ ആട്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. പൊന്നുണ്ണിക്കണ്ണൻ അത് അതിൻ്റെ മുകളിൽ നല്ല സന്തോഷത്തോടു കൂടി വെണ്ണൂറിലേയും കഴിച്ചും കൊണ്ട് ഓടക്കൊള്ളം പിടിച്ച് തയ്യാറായിട്ടിരിക്കുകയാണ്. ആനോട്ടത്തിന് തയ്യാറായിട്ട് നല്ല കൗതുകമുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. ഉള്ളാം വൃന്ദാവനത്തിൽ പരമവിരതിയാമാലവാലത്തിനുള്ളിൽ സല്ലീലക്കാറ്റിലാടി തിരുനഗമണി തൻ തൂനിലാവിൽ തിളങ്ങി ഉല്ലാസം പൂണ്ടു നിൽക്കും മുരാരിപുരതിയാം മുല്ലവല്ലിക്കു തേവാൻ മെല്ലെ പോകുന്നു കണ്ണീർ കുടമൊരു സുഹൃതം ചെയ്തൊരൻ ജീവഗോപി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണതാ അനുഗ്രഹിക്കണേ. പൊന്നുണ്ണി കണ്ണനത് ആനപ്പുറത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കൗതുകം ഉണ്ടായിരിക്കും കാണാൻ. എന്തൊരു ആനന്ദം അറിയോ പൊന്നുണ്ണി കണ്ണൻ. ആനന്ദത്തോട് കൂടിയിട്ടായിരിക്കണം ആനപ്പുറത്ത്. ആനോട്ടത്തിന് തയ്യാറായിട്ടില്ല. ഇന്ന് ഉത്സവമല്ലേ, എല്ലാം കൊണ്ടും പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണെന്ന്. ഉത്സവം തുടങ്ങുകയാണ്. രാത്രി കൊടിയേറ്റാണ്. എല്ലാം ആനന്ദഭയം. ഉണ്ണിക്കണ്ണൻ അതിലേറെ ആനന്ദത്തിൽ ആനപ്പുറത്തിരിക്കണത്. അതും നല്ല കൗതുകം. ആനേനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പൊന്നുണ്ണി കണ്ണൻ്റെ ആനയല്ലേ, നല്ല കൗതുകമുള്ളൊരു ആന. ആനപ്പുറത്തേക്ക് നല്ല കൗതുകമുള്ള ഒരു പൊന്നുണ്ണി അങ്ങനെ ഇരിക്കുകയാണ്. ആ പൊന്നൂരായപ്പൻ്റെ ആ ചിരിച്ചും കൊണ്ടൊന്നും അങ്ങനെ ഉള്ള ഇപ്പം ആന വെച്ചാൽ ചെവിയായിട്ട് ഞാൻ തയ്യാറായി എന്നുള്ള പോലെ നിൽക്കണമുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടാണെന്ന് ശ്രീലകത്തേക്ക് നോക്കിയാട്ടോ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ ആനപ്പുറത്തിരിക്കണം പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങനെ വീണ് നമസ്കരിക്കുക. ആ ആനന്ദത്തിൽ നമുക്കും പങ്കുചേരാം. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം 2 പിടിച്ച് ആ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആനന്ദത്തിലിരിക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയനെ നമുക്ക് വീണ് നമസ്കരിക്കാം. ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. നമുക്ക് നാമം ജപിക്കാൻ തോന്നിക്കണേ. നാവ് തളരരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ